നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റമോക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ നെയ്മർ ജൂനിയർക്ക് വലിയ നിയമക്കുരുക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. STJD അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഒരു ക്രിറ്റിസിസമായിട്ട് നെയ്മർക്ക് നേരെ വരുന്നത് അദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില ചെയ്തികൾ അവിടെ നടത്തി എന്നുള്ളതാണ്. അത് സംഭവം കുറച്ച് ഓവറായി തന്നെയാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് റമോയുടെ ഒരു ആരാധകൻ നെയ്മർ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. നെയ്മർ അതിന് പ്രതികരിച്ചത് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് നിനക്കല്ല, നിൻ്റെ പെണ്ണിനാണ്, നിൻ്റെ ഭാര്യയ്ക്കാണ് എന്ന തരത്തിലാണ് നെയ്മർ പറഞ്ഞത്. അത് അനാവശ്യമായ ഒന്നായി, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നെയ്മർ ചെയ്തത് എന്നുള്ള ആരോപണം തന്നെ വരുന്നു. ക്രിസ് ഫ്ലോറസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ബ്രസീലിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്, ടെലിവിഷൻ പ്രസൻറ്ററാണ്, മീഡിയ പേഴ്സണാലിറ്റിയാണ്. അവർ തുറന്ന് അവരുടെ പ്രോഗ്രാമിൽ തന്നെ അവരത് തുറന്ന് പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് തികച്ചും അപലപനീയമാണ്. ഇത്തരം മനോഭാവങ്ങൾ സ്ത്രീകൾക്കെതിരായ നിങ്ങളുടെ ചിന്താഗതികളെ വെളിവാക്കുകയാണ്. സ്ത്രീകൾ ഒരു വസ്തുവാണെന്നും പുരുഷന്മാർ തമ്മിലുള്ള ഫുട്ബോൾ തർക്കങ്ങളിൽ ഇടപെട്ട് അവരതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനാണ്? അവരതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് തോന്നുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. സ്ത്രീകൾക്കിതിൽ എന്ത് കാര്യമുണ്ട്? നിങ്ങൾക്കൊരു പുരുഷനോട് യുദ്ധം ചെയ്യണമെങ്കിൽ അത് അവരുമായി തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റുമുട്ടണമെങ്കിൽ, ഒരു ഫൈറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ പരസ്പരം ചെയ്യുക. സ്ത്രീകളെ വെറും അലങ്കാര വസ്തുക്കളായി കരുതുന്ന നിങ്ങളുടെ ചിന്താഗതിയാണ് ഇത് കാണിക്കുന്നത്. ഇത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് വരേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അവരതിലില്ല. അവരെ നിങ്ങളതിലേക്ക് വലിച്ചിഴക്കരുത്. അതായത് ആ ഒരു സ്പേസിലേക്ക് ആ സ്ത്രീക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളതിലേക്ക് ഒരു കാര്യവുമില്ലാതെ അവരെ വലിച്ചിഴക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രൂണ ബിയൻഗാഡി നെയ്മറുടെ പാർട്ട്ണറാണ്. അവർ നെയ്മറുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അവരുടെ തിരഞ്ഞെടുപ്പാണ്, അത് അവരുടെ ചോയ്സാണ്. എന്നാൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചിഴക്കുക, ഈ വയലൻസിലേക്ക് വലിച്ചിഴക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിക്രമമാണ്, അക്രമമാണ്. ഇതിലൊന്നും ഇടപെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയെ അതിൽ അസഭ്യമായി ഇടപെടുത്തുന്നത് ഒരു തരത്തിലുള്ള അതിക്രമമാണ്. പുരുഷന്മാർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അവർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രൂപത്തിൽ ക്രിസ് ഫ്ലോറസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പലരും ഏറ്റെടുക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെയായിപ്പോയി ആ ആരാധകൻ്റെ ഭാര്യയെ അതിലേക്ക് ഇൻവോൾവ് ആക്കുന്ന രൂപത്തിൽ നെയ്മർ പ്രതികരിച്ചത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.